ഓളപ്പരപ്പിലൂടെ യാത്ര ചെയ്യാം. അതെ, ഇന്ന് ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ഒരു വിനോദയാത്രയ്ക്ക് പോകുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് കോട്ടപ്പുറം എന്ന സ്ഥലത്തു നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ഈ യാത്ര ഇവിടെ സംഘടിപ്പിക്കുന്നത് കോട്ടപ്പുറം മുസിരിസ് ആൻഡ് ഹെറിറ്റേജ് ടൂർ പാക്കേജാണ്. ഇവിടെ നിന്നും വ്യത്യസ്ത ബോട്ട് ടൂർ പാക്കേജുകൾ ലഭ്യമാണ്. ഞങ്ങൾ ഇന്ന് പോകുന്നത് 14 പേരുടെ പാക്കേജിലാണ്. ഈ ബോട്ടിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര പോകുന്നത്. രാവിലെ 9:30 ഈ യാത്ര ആരംഭിക്കുക. വൈകിട്ട് 5:30 അവസാനിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ബോട്ട് പുറപ്പെടാറായി. ബോട്ടിലേക്ക് കയറുന്ന ഞങ്ങൾക്ക് ആദ്യമായി ഒരു വെൽക്കം ഡ്രിങ്ക് തന്ന് അവർ ഞങ്ങളെ സ്വീകരിച്ചു. തുടർന്ന് ബോട്ടിൽ ഞങ്ങൾക്കൊരു ഗൈഡിൻ്റെ സർവീസും അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഈ യാത്രയുടെ വിശദ വിവരങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് വിശദമായി തന്നെ പറഞ്ഞു തന്നു. ഈ യാത്രയിലേക്കും മറ്റ് കാഴ്ചകളിലേക്കും എല്ലാവർക്കും സ്വാഗതം. മാളയിലേക്കിരിക്കുന്ന എല്ലാവർക്കും ബോട്ട് യാത്രയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങളുടെ കൂടെ 2 സ്രാങ്കന്മാരുണ്ട്. എൻ്റെ ഒരു ബിജു, ഷാജു. അപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരറിയില്ലേ? കോട്ടപ്പുറം. അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം. അപ്പോൾ നമ്മുടെ ഈ ഒഴുകി കിടക്കുന്ന ഈ നദിയുടെ പേര് ചാലക്കുടി പുഴ. അപ്പോൾ ഇത് ചെന്ന് ചേരുന്നത് അറബിക്കടലാണ്. അഴിമുഖം എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് 3.5 കിലോമീറ്റർ ആണ് പുറകിലോട്ട് പോകുമ്പോഴ. അത് ഉച്ചരിഞ്ഞാണ് നമ്മൾക്ക് അങ്ങോട്ടുള്ള യാത്ര. ഇപ്പോൾ നമ്മളുടെ യാത്ര കിഴക്കോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സിനഗോഗ്, പാലിയം കൊട്ടാരം, നാലുകെട്ട് അങ്ങനെ കവർ ചെയ്തൊക്കെയാണ് നമ്മൾ തിരിച്ചു പോയത്. ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലത്തേക്കുള്ള യാത്രയാണ്. ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക് നമ്മളൊരു യാത്ര. അപ്പോൾ അതിൽ കുറച്ച് യാത്രയുണ്ട്. ആ യാത്രയിൽ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു വലിയ ജോലിയൊക്കെ ചെയ്ത് ആ ഓഫീസിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് നല്ലൊരു സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ എല്ലാവരും നമ്മൾ ഒന്നിച്ചൊരു യാത്ര. അപ്പം അത് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുക. പാട്ടുകളൊക്കെ പാടി എന്തെങ്കിലുമൊക്കെ പറയാനും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡാൻസ് കളിക്കാൻ ചെറിയൊരു തോതിൽ ഡാൻസ് കളിക്കാനുള്ള സൗകര്യമുണ്ട്. പാട്ട് നിങ്ങൾക്ക് ഇവിടെ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മളുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ആവാം. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ യാത്രയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പരിപാടിയിലോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. വലിയായിട്ട് ഭംഗിയായിട്ട് നടത്തുക. ഭംഗിയായിട്ട് തന്നെ നമുക്ക് അവസാനിപ്പിച്ച് തന്നെ ഇറങ്ങി പോകണം. അതിൻ്റെ രീതിയിൽ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സ്മോക്കിങ് പാടില്ല ഇവിടെ. അത് പെട്രോളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു നേരെ പോകുന്നത് കോട്ടയം കോവിലകം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് സിനഗോഗ്, ജൂതന്മാരുടെ ഒരു സിനഗോഗിലോട്ടാണ് നമ്മൾ അവിടെ ചെന്ന് കയറി ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ പാലിയം കൊട്ടാരം, നാലുകെട്ടും. അത് കുറച്ച് സമയം എടുക്കുന്ന സ്ഥലം. കുറച്ച് നടക്കാനുണ്ടെങ്കിലും പിന്നെ അവിടെ കാണാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഉച്ചക്ക് ഊണ് ഗോതിരത്ത് നിന്ന് കടവാണ് കഴിക്കുന്നത്. അതിൻ്റെ ക്രെഡിബിളി പോയിട്ടാണ് അതിൻ്റെ അവിടെ ഒരു ചെറിയൊരു റിസോർട്ട് പോലെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഗോതിരത്തിൽ ഇങ്ങനെ 2 കാര്യങ്ങളുണ്ടെങ്കിലും പിന്നെയും ഒരു കാര്യം കിടക്കുന്നുണ്ട്. ഈ ഗോതിരത്ത് എന്ന് പറയാനുള്ള ഒരു കാരണമുണ്ട്. ഗോതിരത്തിന് തുരുത്തൊക്കെ അല്ല, ഗോതിരത്തിലൊരു കാര്യമുണ്ട്, ഒളിഞ്ഞിറപ്പുണ്ട്. തുടർന്ന് കൂട്ടുകാരിലെ പാട്ടുകൾ ആരംഭിച്ചു. അധികം വൈകാതെ തന്നെ ചെന്തമംഗലം സിനഗോഗ് ബോട്ട് ജെട്ടിയിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അവിടെ നിന്നും കുറച്ച് ദൂരം നടന്നാൽ സിനഗോഗിൽ എത്തിച്ചേരാം. AD 1420 സ്ഥാപിതമായ ഈ സിനഗോഗ് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ്.
അങ്ങനെ ചേന്ദമംഗലം ജൂതപ്പള്ളി കാഴ്ചകൾ കണ്ടതിന് ശേഷം വീണ്ടും തിരിച്ച് ബോട്ട് ജെട്ടിയിലേക്ക്. വീണ്ടും പാട്ടും കലാപരിപാടികളുമായി ബോട്ട് യാത്ര തുടർന്നു. പാലിയം നാലുകെട്ട് മ്യൂസിയത്തിലേക്കാണ് അടുത്ത ഞങ്ങളുടെ യാത്ര. പാലിയം നാലുകെട്ട് മ്യൂസിയത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ നാലുകെട്ടിലും മ്യൂസിയത്തിലും ക്യാമറകൾ നിരോധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റൂ. പാലിയം കൊട്ടാരം കാണാൻ പോകുന്നു. പാലിയത്ത് ആ സൈഡിൽ കാണുന്നത് 100 മുറികളാണ്. അവിടെ പണ്ട് ഇത്ര വർഷം മുമ്പ് 100 മുറികളുള്ള ഒരു വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതേപോലത്തെ കൊട്ടാരം പാലിയം കോവിലക കാഴ്ചകളും കണ്ട് അടുത്ത യാത്രയിലെ പ്രധാന ആകർഷണ കേന്ദ്രമായ ഗോതിരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഗോതിരത്ത് ചവിട്ടുനാടകത്തിന് ഏറെ പ്രശസ്തമായ സ്ഥലമാണ്. ഇവിടെയാണ് ചവിട്ടുനാടകം നടക്കുന്നത്. കുറച്ചു നേരം അവിടെ കാറ്റുകൊണ്ടതിന് ശേഷം വീണ്ടും ബോട്ടിലേക്ക്. ഞങ്ങളുടെ അടുത്ത പാക്കേജിൽ ഉൾപ്പെടുന്ന മുസ്ലിസ് പൈതൃക പദ്ധതി പ്രദേശമായ സഹോദരൻ അയ്യപ്പൻ മ്യൂസിയത്തിലേക്കാണ് ഇനിയുള്ള യാത്ര. ഏകദേശം 3 മണിയോടുകൂടി സഹോദരൻ അയ്യപ്പൻ മ്യൂസിയത്തിലേക്ക് എത്തിച്ചേർന്നു. സഹോദരൻ അയ്യപ്പൻ്റെ ജന്മഗൃഹവും സഹോദരൻ അയ്യപ്പൻ മ്യൂസിയവും അവിടെ നമ്മൾക്ക് കാണാം. ഇതാണ് സഹോദരൻ അയ്യപ്പൻ്റെ ജന്മഗൃഹം. അവിടെയും ഗൈഡിൻ്റെ സഹായം നമ്മൾക്ക് ലഭ്യമാണ്. വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. ഇവിടെ ശ്രീനാരായണ ഗുരു കുളിച്ചിരുന്ന ഒരു കുളവും നമുക്ക് കാണാൻ കഴിയും. ഇത് കൊച്ചി തിരുവിതാംകൂർ അതിർത്തി പ്രദേശമാണ്. സഹോദരൻ അയ്യപ്പൻ മ്യൂസിയം കാഴ്ചകളും കണ്ട് വീണ്ടും തിരിച്ച് അടുത്ത ലക്ഷ്യസ്ഥാനമായ കോട്ടപ്പുറം ഫോർട്ടിലേക്ക്. കോട്ടപ്പുറം ഫോർട്ട് കാഴ്ചകൾ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിലൂടെ കാണാവുന്നതാണ്.